പ്രണയാഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 49. അവൻ്റെ ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ അപ്പച്ചി അവന് താങ്ങായും തണലായും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ 28 വയസ്സായപ്പോഴാണ് അപ്പച്ചി അവനോട് വിവാഹം എന്ന കാര്യം പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയം അവൻ്റെ മനസ്സിൽ അങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ശരിക്ക് ബിസിനസ് മാത്രമായിരുന്നു അവൻ്റെ ചിന്തയിൽ പോലും. 28 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു. കൃത്യം അതേ സമയമാണ് അപ്പച്ചിക്ക് ഒരു അറ്റാക്ക് വന്നത്. ചെറിയ രീതിയിലായിരുന്നുവെങ്കിലും മഹി ശരിക്ക് പേടിച്ചു പോയിരുന്നു. പിന്നീട് ആ കാര്യം പറഞ്ഞ് അപ്പച്ചി അവനോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. അപ്പച്ചി കൂടി മരിച്ചു പോയാൽ പിന്നെ അവൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ അന്വയിപ്പിച്ചു. താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അവൻ അതിന് സമ്മതം മൂളി. അപ്പച്ചി പറഞ്ഞതുപോലെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു. ഇനി പെണ്ണ് കാണാൻ പോകാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. എല്ലാം അപ്പച്ചി ഒറ്റയ്ക്ക് പോയി തീരുമാനിച്ചാൽ മതി, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അത് പറഞ്ഞാൽ എങ്ങനെയാണ് ദേവാ ശരിയാവുക? പെണ്ണ് കാണാൻ ചെറുക്കനല്ലേ പോവേണ്ടത്, അല്ലാതെ അമ്മയാണോ? തൽക്കാലം ഇപ്പോൾ അമ്മ പോയി കണ്ടാൽ മതി. ഞാനായാലും അമ്മയായാലും എനിക്ക് ഒരുപോലെയാണ്. എന്തായാലും തീരുമാനിച്ചില്ലേ? ഫോട്ടോ കണ്ടതുമല്ലേ ഞാൻ. ബാക്കിയൊക്കെ ഇനി അപ്പച്ചി തന്നെ തീരുമാനിക്ക്, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് നീ സമ്മതിക്കേണ്ടിയിരുന്നില്ല ദേവ. അവൻ്റെ ദേഷ്യം കണ്ടതും അപ്പച്ചിയും തിരികെ ഗൗരവത്തിൽ പറഞ്ഞു. അത് കേട്ടതും മഹി ഒന്ന് ശ്വാസം നീട്ടി വലിച്ചു വിട്ടു. എൻ്റെ അപ്പച്ചി, ഇപ്പം ഞാൻ എന്താ വേണ്ടത്? പോയി പെണ്ണ് കാണണം. നാളെ പോകാം, അവൻ സമാധാനത്തിൽ പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. പറ്റുമെങ്കിൽ മാത്രം പോയാൽ മതി. സോഫയിൽ നിന്ന് ഗൗരവത്തിൽ എഴുന്നേറ്റ് അവർ മുറിയിലേക്ക് നടക്കാനൊരുങ്ങി. പക്ഷേ മഹി ഓടി വന്ന് മുറിയിലേക്ക് കയറുന്നതിന് തടസ്സമായി നിന്നു. എൻ്റെ പൊന്നല്ലേ, ഞാൻ പോകാം, നമുക്കൊരുമിച്ച് പോകാം, അവൻ അപ്പച്ചിയെ കുഞ്ചിക്കുന്നത് പോലെ പറഞ്ഞു. പരിഭവത്തിലാണെങ്കിൽ പോലും അപ്പച്ചി പെട്ടെന്ന് ചിരിച്ചുപോയി. അങ്ങനെ മഹി പിറ്റേ ദിവസം പെണ്ണ് കാണാൻ പോകുവാൻ വേണ്ടി റെഡിയാവുകയാണ്. മനസ്സുകൊണ്ട് ആദ്യം ഒട്ടും അംഗീകരിക്കാനാവുന്നില്ലായിരുന്നുവെങ്കിലും അപ്പച്ചിയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ അതിന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പച്ചി അങ്ങനെ എപ്പോഴും ആഗ്രഹങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ അവന് കൂടുതൽ ആ തീരുമാനം എതിർക്കാനും കഴിയില്ല. ഋതിക, അതാണ് പെൺകുട്ടിയുടെ പേര്. ആൾ ബാംഗ്ലൂർ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ തന്നെയാണ് പഠിച്ചതും. കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇരുനിറത്തിൽ നല്ല സുന്ദരി തന്നെ. മഹി എതിർപ്പ് പറഞ്ഞില്ല. അപ്പച്ചിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ തനിക്കൊന്നും പറയാനില്ല. അപ്പച്ചിയുമൊത്ത് രാവിലെ അധികം താമസിക്കാതെ തന്നെ മഹി ഇറങ്ങി. വീടിൻ്റെ അടുത്ത് നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് ഋതികയുടെ വീട്ടിലേക്ക്. അവിടെ എത്തി ഒരു ചടങ്ങ് പോലെ പെണ്ണുകാണൽ കഴിച്ചു. പേഴ്സണലായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങെന്ന രീതിയിൽ പെണ്ണുകാണൽ കണ്ടു കഴിഞ്ഞ് അപ്പോൾ തന്നെ മഹിയും അപ്പച്ചിയും അവിടെ നിന്ന് ഇറങ്ങി. 6 മാസമൊക്കെ കഴിഞ്ഞ് വിവാഹം മതി എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴാണ് ഋതികയ്ക്ക് കാനഡയിലേക്ക് പോകാനുള്ള വിസ വന്നത്. 2 മാസത്തിനുള്ളിൽ അവിടെ എത്തണമെന്ന് പറഞ്ഞതും എന്തായാലും വിവാഹം തീരുമാനിച്ച സ്ഥിതിക്ക് വിവാഹം വേഗം തന്നെ നടത്തിയതിന് ശേഷം പോകാമെന്ന് കരുതി. എടുത്തു പിടിച്ചു എന്ന് പറഞ്ഞ രീതിയിലുള്ള വിവാഹത്തിന് മഹിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവൻ എല്ലാത്തിനും മൗനസമ്മതം അറിയിച്ചു. അങ്ങനെ 3 ആഴ്ചയ്ക്ക് ശേഷം നിശ്ചയമൊന്നുമില്ലാതെ നേരിട്ട് വിവാഹം നടത്താമെന്ന തീരുമാനത്തിലെത്തി. ധൃതി പിടിച്ചുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ 3 ആഴ്ചകൾക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എല്ലാം അവൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലോ. അതിനിടയിൽ ഋതികയായിട്ടൊന്ന് സംസാരിക്കാനുള്ള സമയം പോലും രണ്ടുപേർക്കും കിട്ടിയില്ല എന്നതാണ് സത്യം. ഇടയ്ക്കെപ്പോഴോ അവൾ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും തിരക്കിലൊക്കെ ആയതുകൊണ്ട് അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഫിനാൻസിലെ കാര്യവും സൂപ്പർ മാർക്കറ്റിലെ കാര്യവും അതിനിടയ്ക്ക് കല്യാണ തിരക്കും എല്ലാം കൂടി ആയതും വലഞ്ഞു പോയിരുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ ദിവസം വന്നെത്തി. ഋതികയുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്. അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ വിവാഹ വിരുന്ന്. അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. താലികെട്ട് സമയമായപ്പോൾ തന്നെ മഹി അമ്പലത്തിലേക്ക് എത്തിയിരുന്നു. സമയം കടന്നുപോയിട്ടും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ആരും വരുന്നില്ല. വിളിച്ചു നോക്കിയിട്ടാണെങ്കിൽ അവരാരും ഫോണും എടുക്കുന്നില്ല. മുഹൂർത്തം അടുക്കാനാവും തോറും അപ്പച്ചിക്ക് ആദ്യമായിരുന്നുവെങ്കിൽ മഹിക്ക് ദേഷ്യമായിരുന്നു. ഒടുവിൽ മുഹൂർത്ത സമയവും കഴിഞ്ഞുപോയി. ആരെയും നോക്കാതെ അവൻ കാറിൽ കയറി ദേഷ്യത്തിൽ വണ്ടിയെടുത്ത് നേരെ ഋതികയുടെ വീട്ടിലേക്ക് പോയി. അപ്പച്ചിക്ക് അവനെ ഒന്ന് തടയാനുള്ള സമയം പോലും ലഭിച്ചില്ല. അവൻ എന്തായാലും അവളുടെ വീട്ടിലേക്കാകും പോയിരിക്കുക എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പച്ചി ആരോടൊക്കെയോ പറഞ്ഞ് അവൻ്റെ പിറകെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. കാരണം മഹാദേവൻ്റെ ദേഷ്യം എങ്ങനെയായിരിക്കുമെന്ന് അപ്പച്ചിക്കറിയാം. കാണുമ്പോൾ പാവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവം. പക്ഷെ ദേഷ്യമാണെങ്കിൽ അവൻ അവനല്ലാത്തതുപോലെ ആവും പെരുമാറുക. ആളെ നോക്കാതെ അവന് പറയാനുള്ളതെല്ലാം അവൻ പറഞ്ഞു കളയും. ആ ഓർമ്മയിൽ തന്നെ അപ്പച്ചിയുടെ കൈയും കാലും മരവിച്ചു. അവൻ്റെ കാറ് വേഗം തന്നെ ശ്രീമംഗലം എന്നു പേരുള്ള ഋതികയുടെ തറവാടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ശരിക്ക് ഒരൊറ്റക്കൊമ്പൻ്റെ ശൗര്യമായിരുന്നു അവനിൽ ആ സമയം. കണ്ണുകളൊക്കെ ദേഷ്യം കൊണ്ട് കലങ്ങി. മുഖമാകെ ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്നു കയറി. അവൻ്റെ ഭാവവും മുഖവും കാണുമ്പോൾ തന്നെ ഭയം തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു. എവിടെ? എൻ്റെ അമ്മായപ്പനാകാൻ പോകുന്നവൻ എവിടെ? കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ അവൻ ഒച്ചയെടുത്തു. മുന്നിലിരുന്നിരുന്ന ചെടിച്ചട്ടി അവൻ തട്ടിത്തെറിപ്പിച്ചു. ശബ്ദത്തിൽ അല്പം പോലും മയം ഉണ്ടായിരുന്നില്ല. അവിടെ കൂടി നിന്നവരൊക്കെ ഭയന്നു പോയിരുന്നു. പെട്ടെന്ന് തന്നെ അകത്തു നിന്നൊരു മധ്യവയസ്കൻ ഇറങ്ങി വന്നു. അയാളുടെ മുഖമാകെ വിളറിയിരുന്നു.
മുഖമാകെ കരഞ്ഞതിനാൽ വീർത്തിരിക്കുന്നുണ്ട്. മോൻ ഷെമി, മിണ്ടരുത് നിങ്ങൾ. അയാൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ മഹി അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. എവിടെയോ തൻ്റെ മോളെവിടെ? കൊല്ലും ഞാൻ നിങ്ങളെ. അവൻ അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ചു. മോനെ, ഞാനൊന്ന് പറയട്ടെ. അയാൾ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പറയ്, എന്ത് നുണക്കഥകളാണ് പറയാനുള്ളത് നിങ്ങൾക്ക്? നുണയല്ല, സത്യമാണ്. ഋതുവിനെ രാവിലെ മുതൽ കാണുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണം ഒന്നും കാണുന്നില്ല. എവിടെയാണെന്നറിയില്ല. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, അയാൾ ദയനീയമായി പറഞ്ഞു. അതിൽ മഹി അയാളുടെ കോളറിലുള്ള പിടി അയച്ചു. അതേ നിമിഷം തന്നെ അവളുടെ അമ്മയും ബാക്കി ബന്ധുക്കളൊക്കെ അങ്ങോട്ടെത്തി. എല്ലാവരും നോക്കി നിന്നതല്ലാതെ ആർക്കും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ഓഹോ, അപ്പോൾ അവൾ ഒളിച്ചോടി പോയതാണ് അല്ലേ? അവൻ പരിഹാസത്തോടെ ചോദിച്ചു. ഋതികയുടെ അച്ഛൻ്റെ തല താഴ്ന്നു പോയി. അപമാനഭാരം. അയാളോട് അവൻ സംസാരിച്ചു നിന്ന സമയത്ത് അപ്പച്ചി അങ്ങോട്ടെത്തി. ദേവാ, അവരവനെ പിന്നിൽ നിന്ന് വിളിച്ചു. ആ, അപ്പച്ചി എത്തിയല്ലോ. എന്തായാലും അപ്പച്ചി കണ്ടുപിടിച്ച പെൺകുട്ടി കൊള്ളാം. അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട്. അവൻ്റെ ശബ്ദത്തിൽ പരിഹാസമായിരുന്നു. അപ്പച്ചി വിശ്വാസം വരാതെ അവളുടെ അച്ഛനെ നോക്കി. അയാളുടെ കുനിഞ്ഞു നിൽക്കുന്ന തല കണ്ടതും അപ്പച്ചിക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായിരുന്നു. അവളെവിടെ? അപ്പച്ചിയുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നു. അപ്പച്ചി ശബ്ദമുയർത്തി തന്നെയാണത് ചോദിച്ചത്. പെട്ടെന്നാണ് അവരുടെ മുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് കയറി വന്നത്. എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടായി. നിങ്ങളല്ലേ ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വിളിച്ച് മകളെ കാണുന്നില്ലെന്ന മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തത്? അതിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ വന്ന് അവളുടെ അച്ഛനോട് ചോദിച്ചതും അയാൾ അതേ എന്ന് തലയാട്ടി. അവരെ ഇങ്ങോട്ട് ഇറക്ക്. പോലീസ് ജീപ്പിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. പിന്നിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഒരു ചെറുപ്പക്കാരനാണ്, ശേഷം ഋതികയും. മഹിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവൻ്റെ ചുണ്ടിൻ കോണിൽ പുച്ഛത്തോടെ ഒരു ചിരി വിരിഞ്ഞു. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. അവൾ കരഞ്ഞുകൊണ്ട് അച്ഛന് മുന്നിൽ കൈകൂപ്പി. പക്ഷേ കരണം പുകച്ചൊരടിയായിരുന്നു അച്ഛൻ അവൾക്ക് തിരികെ കൊടുത്തത്. അവളുടെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയി. അവിടെ നടക്കാൻ പോകുന്ന നാടകങ്ങൾ കാണാൻ സമയമില്ലെന്ന രീതിയിൽ മഹി അപ്പച്ചിയുടെ അടുത്തേക്ക് വന്നു. പോകാം. ആരെയും നോക്കാതെ അവൻ അപ്പച്ചിയുടെ കൈ പിടിച്ച് നടന്നു നീങ്ങി. മോനെ ദേവാ, പിന്നിൽ നിന്ന് അവളുടെ അച്ഛൻ വീണ്ടും വിളിച്ചു. അവനൊന്ന് നിന്നു. ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയതല്ല. അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അയാൾ അത് പറഞ്ഞപ്പോൾ അവൻ്റെ നോട്ടം പോയത് അവളുടെ അച്ഛൻ്റെ നേർക്കാണ്. സ്വന്തം അച്ഛനെ വല്ലവരുടെയും മുന്നിൽ തലകുനിച്ച് നിർത്തിയിട്ട് അവൾ അവിടെ നിന്ന് കരയുന്നു. അവൻ അവളെ ഒന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ആ അച്ഛൻ്റെ തോളിലൊന്ന് തട്ടി. തെറ്റെൻ്റെ ഭാഗത്തുണ്ട്, എന്നോട് ക്ഷമിക്കണം. അത്രമാത്രം പറഞ്ഞ് അവൻ നടന്നു നീങ്ങി. നിർജീവമായി അവർ പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. വീട്ടിലേക്ക് വന്നപ്പോൾ മഹി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. അവൻ്റെ ആ ഒന്നും മിണ്ടാതെയുള്ള പോക്ക് കണ്ടതും അപ്പച്ചിക്ക് മനസ്സിനാകെ വിഷമമായി പോയി. താൻ കാരണമാണ് അവനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന ഓർമ്മയിൽ അവരുടെ മനസ്സാകെ വേദനിച്ചു. അവരും നേരെ അവൻ്റെ മുറിയിലേക്ക് വന്ന് നോക്കി. ആള് കട്ടിലിൽ കിടക്കുന്നുണ്ട്. ദേവാ, അവരവനെ വിളിച്ചു. ഉള്ളിൽ സങ്കടം നിറഞ്ഞു വരുന്നത് കൊണ്ട് മനസ്സ് പതറിപ്പോകുന്നുണ്ടായിരുന്നു. എങ്കിലും അവനെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് കരുതി അവരവനെ വിളിച്ചു. ഒറ്റ വിളിയിൽ തന്നെ കണ്ണിനെ മറച്ചു വെച്ചിരിക്കുന്ന കൈ മാറ്റി അവൻ അവരെ നോക്കി. അപ്പച്ചി വന്ന് കട്ടിലിലിരുന്നു. അവനൊന്നും മിണ്ടാതെ അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. ദേവാ, വേണ്ട അപ്പച്ചി, നമുക്ക് നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട. അവൻ അങ്ങനെ കിടന്നുകൊണ്ട് സമാധാനമായിട്ട് പറഞ്ഞു. സങ്കടമുണ്ടോ നിനക്ക്? എന്തിന്? എന്നെ വിവാഹം ചെയ്ത് കഴിഞ്ഞാണ് അവൾ അങ്ങനെ പോകുന്നതെങ്കിലോ? അതോർക്കുമ്പോൾ ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. അവൻ അവരെ നോക്കി പുഞ്ചിരിച്ച മുഖത്തോടെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അപ്പച്ചിക്കെന്തോ അവനെ നോക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നു. ഞാൻ കാരണം നിനക്ക് ഇങ്ങനെ ഒരു സങ്കടം കൂടി അനുഭവിക്കേണ്ടി വന്നു അല്ലേ? അപ്പച്ചി അവൻ്റെ തലയിലൊന്ന് സ്നേഹത്തോടെ തലോടിക്കൊണ്ട് ചോദിച്ചു. പക്ഷേ അറിയാതെ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകി അത് അവൻ്റെ നെറ്റിയിലിറ്റ് വീണു. അവൻ വേഗം എഴുന്നേറ്റിരുന്നു. അപ്പച്ചി എന്തിനാ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് സങ്കടപ്പെടുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. അവൻ അവരുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് നെറ്റിയിലൊന്ന് ചുംബിച്ചു. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രം മതി. അവൻ വീണ്ടും മടിയിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അപ്പച്ചിയുടെ മനസ്സിൽ അതൊരു നോവായി തന്നെ ഉണ്ടായിരുന്നു. താൻ കാരണമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത്. എന്നിട്ട് തൻ്റെ വാശിപ്പുറത്ത് അതിങ്ങനെയുമായി. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അപ്പച്ചിയുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. അങ്ങനെ അമ്പാട്ട് മഹാദേവൻ്റെ വിവാഹം മുടങ്ങിപ്പോയ കാര്യം നാട്ടിലെല്ലാം പാട്ടായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് തന്നെ പരിഹസിക്കുന്നവരെ ഒരു പരിധിവരെ കണ്ടില്ലെന്ന് നടിച്ചു മഹി. പിറ്റേ ദിവസം തന്നെ അറിഞ്ഞിരുന്നു ഋതിക ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോൾ മുതലുണ്ടായിരുന്ന ഒരു പ്രണയമാണ് ആ ചെക്കനുമായിട്ട്. ഇപ്പോൾ രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് കരുതിയാണ് അവൾ അവൻ്റെ കൂടി പോയത്. പോയപ്പോൾ രണ്ട് വീട്ടിലും തങ്ങളെ കയറ്റിയില്ലെങ്കിലോ എന്ന് കരുതി സ്വന്തം വീട്ടിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ എടുത്തിട്ടാണ് അവൾ പോയത്. സ്വർണം കൂടി കാണാതെയായതും ഋതികയുടെ വീട്ടുകാർ പോലീസിൽ കേസ് കൊടുത്തിരുന്നു. അതോടെ രണ്ടുപേരെയും എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടുപിടിച്ചു.
രണ്ടുപേരും കൂടി ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയാക്കി അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയായിരുന്നു. ഋതികയുടെ വീട്ടിൽ കയറ്റിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മഹി പിന്നെ ആ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോയില്ല. തൻ്റെ തലയിൽ നിന്ന് അങ്ങനെയൊരു സാധനം ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്ന സമാധാനമായിരുന്നു അവനിൽ. അവളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ വിളിച്ച് വീണ്ടും അവനോട് മാപ്പ് പറഞ്ഞിരുന്നു. ഇനി വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് മാത്രമാണ് മഹി അവരോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ ബന്ധം അവിടെ വെച്ച് അവസാനിച്ചിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.